ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതലായി അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ഒരു ബ്രേക്കിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതായത് ബ്രേക്ക് ഇല്ലാത്തൊരവസ്ഥ. നമ്മൾ ഏത് വണ്ടി ആയിക്കോട്ടെ, കൂടുതലും നമുക്ക് ആക്സിഡൻ്റ് ആവാൻ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ബ്രേക്ക് ഇല്ലാത്തൊരു സംഭവമാണ്. അതായത് ബ്രേക്ക് എത്ര ചവിട്ടിയാലും കറക്റ്റ് കിട്ടാത്തൊരവസ്ഥ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ബ്രേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. എന്തൊക്കെ കാരണം കൊണ്ടാണ് ബ്രേക്ക് കിട്ടാത്തതെന്നും, അതുപോലെ എങ്ങനെയാണ് ബ്രേക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടതെന്നും, അതുപോലെ നമുക്കൊരു എമർജൻസി സിറ്റുവേഷനിൽ എങ്ങനെ പെട്ടെന്ന് നമുക്ക് ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്താമെന്നുള്ളതും നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ബസ്സിൽ കളിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആരും വീഡിയോ ലൈക്ക് ചെയ്യാതെ വീഡിയോ കാണരുത്. എല്ലാവരും ലൈക്ക് ചെയ്ത് കാണുക. ഇപ്പോൾ പ്രധാനമായിട്ടും ബ്രേക്ക് കിട്ടാത്തതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രേക്ക് സെറ്റ് ചെയ്തിരിക്കുന്ന രീതിയാണ്. അപ്പോൾ അതായത് നമുക്ക് അധികം സഡൻ ബ്രേക്ക് ആയിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഫുള്ള് കുറച്ചിടാനും നമുക്ക് പറ്റില്ല. ഒരു ആവറേജ് മിനിമം കണക്കിനാണ് ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, നമുക്ക് നേരെ പോലെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ടച്ച് സംവിധാനമാണ് നമ്മുടെ ഈ ഒരു ബസ്സിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ആവറേജ് കണക്ക് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇതിൽ ബ്രേക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇപ്പോൾ ചില സമയത്ത് കുറച്ച് ബ്രേക്ക് മതി, ലൈറ്റായിട്ടൊന്ന് ബ്രേക്ക് ചവിട്ടിയാൽ മതി. അതേപോലെ തന്നെ ചില സമയത്ത് നമുക്ക് ഒറ്റ നിപ്പ് അങ്ങ് നിൽക്കണം, അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യം വരും. പക്ഷേ നമുക്കിതിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ നമുക്കില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിനി എങ്ങനെ ആക്സിഡൻറ്റ് വരാതെ, അതായത് നമുക്ക് സേഫായിട്ട് ബ്രേക്കൊന്നും പെട്ടെന്ന് ചവിട്ടാത്തൊരവസ്ഥയിൽ നമുക്ക് എങ്ങനെ വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഓവർ സ്പീഡ് തന്നെയാണ് നമ്മുടെ അപകടത്തിനുള്ള എല്ലാത്തിൻ്റെയും മെയിൻ കാരണം. നമുക്ക് ഓവർ സ്പീഡിലായാൽ അറിയാം, നമ്മുടെ ഒരു ബ്രേക്കിൻ്റെ പവർ കുറയുന്ന പോലെയാണ്. നമുക്ക് പെട്ടെന്നൊന്നും ചവിട്ടിയാൽ കിട്ടിയെന്നൊന്നും വരില്ല. അപ്പോൾ എല്ലാവരും ഒരു ആവറേജ് സ്പീഡിൽ വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. പക്ഷേ നമ്മൾ ഹൈവേ ഒക്കെ ആണെങ്കിൽ ഫുൾ സ്പീഡിൽ ഓടിച്ചോ. അതായത് നമുക്ക് നമ്മുടെ കൺട്രോളിലായിരിക്കണം ഏത് റോഡിലാണെങ്കിലും, ആ ഒരു രീതിക്ക് വേണം നമ്മൾ വണ്ടി ഓടിക്കാൻ. അല്ലെങ്കിൽ അതൊരു ഓവർ സ്പീഡാണ്. അതുപോലെ തന്നെ അനാവശ്യമായ ഡ്രൈവിംഗ് രീതികൾ, അതായത് റാഷ് ഡ്രൈവിംഗ് എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു സംഭവം എല്ലാവരും ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മുടെ ആക്സിഡൻ്റൊക്കെ കുറയും. അതുപോലെ നമ്മൾ മോഡൊക്കെ ഓടിക്കുകയാണെങ്കിൽ പരമാവധി ബ്രേക്കുള്ള വണ്ടികൾ ഓടിക്കാൻ ശ്രമിക്കുക. അതൊക്കെ നമ്മുടെ അപകടം കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബ്രേക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ ഒറ്റ ടച്ച് ചെയ്തിട്ട് വണ്ടി നിൽക്കുന്നോടം വരെ ആ ഒരു ടച്ചിൽ തന്നെ വണ്ടി നിർത്താനാണ് ശ്രമിക്കുക. പക്ഷെ നമ്മളത് ഒഴിവാക്കിയിട്ട് നമ്മൾ ഈ ബ്രേക്ക് ഇല്ലാത്ത വണ്ടികളിൽ ഇങ്ങനെ പമ്പ് ചെയ്ത് ചവിട്ടുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ആ ഒരു സെയിം പരിപാടി നമ്മളിവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി പവറായിട്ട് നമുക്ക് അവിടെ വണ്ടി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് ബ്രേക്കിൻ്റെ ഒരു പവർ കൂടിയ പോലെ നമുക്ക് തോന്നും. അല്ലാതെ നമ്മൾ ഒറ്റ ടച്ച് ചെയ്തിട്ട് വണ്ടി നിൽക്കുന്നവിടം വരെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടച്ച് ചെയ്യുന്നൊരു സമയത്ത് ഒരു പവറായിട്ട് തോന്നുള്ളൂ. പിന്നെ കുറച്ച് സ്ലോ ആയിട്ട് അങ്ങനെ ആയിരിക്കും വരിക. നമ്മളിപ്പോൾ നിരപ്പിലൊരു സംഭവമാണ് പറഞ്ഞത്, നിരപ്പിലെങ്ങനെ ഓടിക്കണം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇറക്കത്തിലെങ്ങനെ നമുക്ക് ബ്രേക്ക് കൺട്രോൾ ചെയ്ത് പോകാമെന്ന്. അപ്പോൾ അതിനൊക്കെ ബ്രേക്കിൻ്റെ ഒരു സഹായം മാത്രം പോരാ, നമുക്കതിന് ഗിയറിൻ്റെ കൂടി ഒരു സഹായം വേണം. ഇപ്പോൾ സാധാ ഒരു ഇറക്കാണ്, നമുക്ക് നേരിട്ട് റോഡ് കാണാം, വലിയ കുഴപ്പമില്ല, ട്രാഫിക്കൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സാധാ പോലെ പോകാം. പക്ഷെ നമ്മൾ വലിയ അപകടമായ രീതിയിലൊക്കെയാണ് നമ്മുടെ റോഡ് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി ഒരു തേർഡ് ഗിയർ വരെ നമ്മുടെ ഗിയർ കൊടുക്കുക. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ലോഡ് വണ്ടി ടോറസൊക്കെ ഇറക്കുന്നത് കണ്ടിട്ടില്ല, അതുപോലെ ലോ ഗിയറിലിട്ടിട്ട് വണ്ടി ഇറക്കാൻ ശ്രമിക്കുക. അത് നമ്മുടെ കയറ്റത്തിനനുസരിച്ച് ചെയ്യുക. അതുപോലെ നമ്മുടെ ബ്രേക്കിൻ്റെ ആ ഒരു പവർ അനുസരിച്ചും ചെയ്യുക. നമുക്ക് നല്ല പവർ ബ്രേക്കാണ്, അപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഒറ്റ ചവിട്ടിന് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോ ഗിയർ ഇട്ടിട്ടുള്ള പരിപാടിയൊന്നും ആവശ്യമില്ല. അത് ഒറ്റ ചവിട്ടിനൊക്കെ നിന്നോളും. ഇതല്ലാത്ത വണ്ടികൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യമാണ്, നമ്മൾ വലിയൊരു ഇറക്കമുണ്ട്, അതുപോലെ തന്നെ നല്ല കട്ടറാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമയത്ത് ഇപ്പോൾ നമ്മൾ ബസ്സൊക്കെ ആണെങ്കിൽ നമ്മൾ 6 വീലാണ് ബസ്സിന്. അപ്പോൾ ഈ ചിലപ്പോൾ നമുക്ക് ഈ 6 വീലും നമുക്ക് നിലത്തോട് ടച്ചായിട്ട് നിൽക്കണം എന്നില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെയും ബ്രേക്ക് കിട്ടാത്ത ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഈ ലോ ഗിയർ ഉപയോഗിക്കുന്നത് വളരെ ഉപകാരപ്പെടും. അതായത് നമുക്ക് ടയർ നിലത്ത് കൂട്ടിയാലാണല്ലോ വണ്ടി നിൽക്കുകയുള്ളൂ. അങ്ങനെയാണല്ലോ നമുക്ക് ബ്രേക്കിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു സ്ഥലം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വളവ് വീശുമ്പോൾ, അതായത് നമ്മൾ എല്ലാവരും ചെയ്യുന്നൊരു പരിപാടി, നല്ല സ്പീഡിൽ വരും, എന്നിട്ട് വളവിൻ്റെ അടുത്ത് എത്തുമ്പോൾ നമ്മൾ ഒറ്റ ചവിട്ടങ്ങ് ചവിട്ടും, എന്നിട്ടൊരു വളയ്ക്കലാണ്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ ബ്രേക്ക് ചവിട്ടി കഴിയുമ്പോൾ നമ്മുടെ വണ്ടി സ്കിഡായിട്ട് നമുക്ക് ആക്സിഡൻ്റ് ആവാൻ സാധ്യത കൂടുകയാണ് ചെയ്യുക. നമ്മുടെ ഹാൻഡ്ലിങ് ഫുള്ള് പോവും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എല്ലാം ചെയ്യാൻ നോക്കുക. നമ്മൾ വളവ് വീശുമ്പോൾ നമ്മൾ പതുക്കെ ആദ്യമേ സ്ലോ ആക്കിയിട്ട് പതുക്കെ ചെയ്യാവൂ. നമ്മൾ ബ്രേക്ക് അങ്ങനെ ചവിട്ടാൻ പാടില്ല, അത് അപകടം കൂട്ടുകയുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ എമർജൻസി ബ്രേക്കിൻ്റെ കാര്യമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എമർജൻസി ബ്രേക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ അറിയാം. നമുക്ക് വലിയൊരു അപകടം നടക്കാൻ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വണ്ടി പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എമർജൻസി ബ്രേക്ക് ഉപയോഗിക്കുന്നത്.
അപ്പോൾ നമ്മൾ റിയൽ ലൈഫിലൊക്കെ ആണെങ്കിൽ നമ്മൾ വണ്ടി പിടിച്ച് നിർത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ബ്രേക്ക് ഇല്ലാതെ നമ്മൾ വണ്ടി പിടിച്ച് നിർത്തുന്നൊരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ടോപ്പിലാവും വണ്ടി പോവുക. അപ്പോൾ നമ്മൾ ഓരോ ഗിയർ ഡൗൺ ചെയ്ത് പതുക്കെ പതുക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ഫസ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് വണ്ടി ഫുള്ളായിട്ട് നിൽക്കുക. അപ്പോൾ ഈ ഒരു പരിപാടി നമ്മൾ ഗെയിമിൽ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇടിക്കേണ്ടോടത്ത് ഇടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിന് വേറൊരു ട്രിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് പേര് ചെയ്യുന്നൊരു മണ്ടത്തരമാണ്. അതായത് നമ്മൾ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഹാൻഡ് ബ്രേക്ക് ഇടലൊരുണ്ട്. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇടുമ്പോൾ എല്ലാവരുടെയും വിചാരം വണ്ടി വേഗം നിൽക്കുന്നതാണ്. പക്ഷേ നമ്മുടെ ഫുൾ കൺട്രോളും അതോടെ പോവും. അപ്പോൾ ആരും റിയൽ ലൈഫിലായാലും ഗെയിമിലായാലും ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് നമ്മൾ വണ്ടി നിർത്താൻ നോക്കരുത്. അപ്പോൾ വണ്ടി നിർത്താനാണെങ്കിൽ ആരും ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കരുത്. അത് വലിയ ഡേഞ്ചറാണ്. നമ്മൾ എമർജൻസി ബ്രേക്ക് ഇടാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ടോപ്പിലായിരിക്കും നല്ല സ്പീഡ് പോയിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് നിർത്തണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ഗിയർ റിവേഴ്സിലേക്ക് ഇടുക. ഇത് നമ്മൾ റിയൽ ലൈഫിൽ ചെയ്തു, പക്ഷേ ഗെയിമിൽ ചെയ്തോ ഒരു കുഴപ്പമില്ല. അപ്പോൾ നേരെ റിവേഴ്സിലേക്ക് പിടിച്ചിടുക. പെട്ടെന്ന് തന്നെ നമ്മുടെ ടയർ ആ എഞ്ചിൻ്റെ ഒരു RPM വെച്ച് നേരെ ബാക്കോട്ട് വരും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആക്സിലേറ്ററും കൂടി കൊടുക്കുകയാണെങ്കിൽ ഇതിലും വലിയൊരു ബ്രേക്ക് വേറെ ഇല്ല. അതുപോലെ പരമാവധി നമ്മൾ ബ്രേക്ക് ചവിട്ടുകയാണെങ്കിലും അതുപോലെ എമർജൻസി ബ്രേക്ക് ഉപയോഗിക്കുകയാണെങ്കിലും നമ്മൾ പരമാവധി വണ്ടി വെട്ടിക്കാതിരിക്കുക. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തിരിക്കൽ ഒഴിവാക്കുക. പരമാവധി നേരെ പോട്ടെ വിചാരിക്കുക. ചെറിയതായിട്ടൊന്നും തിരിച്ചെന്ന് വെച്ച് വലിയ കുഴപ്പമില്ല, പക്ഷേ വലുതായിട്ട് തിരിച്ചാൽ ഫുള്ള് കൺട്രോളും പോവും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്, എൻ്റെ അറിവിലുള്ള കാര്യങ്ങളൊക്കെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു ബ്രേക്കിൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.